പ്രേംകുമാർ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ തൻ്റെ അമർഷം, അതായത് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അമർഷം പരസ്യമാക്കിയത്. ആശാ സമരവേദിയിൽ താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയതാണ് തനിക്കെതിരായ നീക്കത്തിന് പിന്നിലെന്ന് അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അതിലെ രാഷ്ട്രീയമായ ഒരു സാഹചര്യം അത് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു തന്ത്രപരമായ നീക്കം വളരെ വേഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അങ്ങനെയാണ് നടൻ പ്രേംകുമാറിനെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട കടുത്ത പോരാട്ടം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ പരിഗണിച്ചാൽ എന്ത് എന്ന ഒരു ചർച്ച ഉയർന്നത്. ആ ചർച്ച ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് കാട്ടാക്കടയിലാണ്. കഴക്കൂട്ടം കാട്ടാക്കട ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കാട്ടാക്കടയിലാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഒരു നാടാർ സമുദായത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കുന്നതിലൂടെ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്. അങ്ങനെയാണ് അനൗദ്യോഗികമായ ചില ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ചില നേതാക്കൾ ഇടപെട്ടെന്നുള്ള സൂചനകളുണ്ട്. എന്തായാലും അദ്ദേഹം ഔദ്യോഗികമായി അതൊന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം പ്രേംകുമാർ ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യം, ഇടത് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിയാൽ അത് നേട്ടമായി മാറുമെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് പ്രേംകുമാറിനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കാട്ടാക്കടയിൽ അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള സാധ്യതകൾ നേതൃത്വം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡാൻ, ഇതൊരു പ്രധാനപ്പെട്ട നീക്കമാണല്ലോ. പ്രത്യേകിച്ച് CPM-മായി തെറ്റി നിൽക്കുന്ന സാംസ്കാരിക മുഖങ്ങളെ ഒപ്പം ചേർക്കുക എന്നൊരു കോൺഗ്രസിൻ്റെ അജണ്ട കൂടെ ഈ ഭാഗമായി വരുന്നുണ്ടല്ലോ. നമുക്കറിയാം, പതിവ് ഇടതുപക്ഷത്തിനൊപ്പം നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന സാംസ്കാരിക പ്രവർത്തകർ പലരും വീണ്ടും തുടർഭരണത്തെ തള്ളിപ്പറയുന്നുണ്ട്, CPM-ൻ്റെ ചില നീക്കങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ പ്രേംകുമാറിൻ്റെ നീക്കം. പ്രേംകുമാർ ഔദ്യോഗികമായി താനൊരു CPM-കാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും സർക്കാരുമായി ചേർന്ന് പോകുന്ന ഒരാളാണ്. ഒപ്പം തന്നെ സച്ചിദാനന്ദന് കിട്ടിയ പരിഗണന തനിക്ക് കിട്ടിയില്ല, തനിക്ക് അവഗണന എന്നൊക്കെ പറഞ്ഞയാളാണ്. സ്വാഭാവികമായും ആ പരിഗണനയിൽ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സവർണ പരിഗണനയാണോ ഈ സച്ചിദാനന്ദന് കിട്ടിയത്, തനിക്കത് കിട്ടാതെ പോയോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനകത്ത് ആ നീക്കത്തിലൊരു രാഷ്ട്രീയമുണ്ട്. ആ സാധ്യത ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് വരാനുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ കാട്ടാക്കട പോലെയുള്ള ഒരു മേഖലയിൽ അത്തരമൊരു പരീക്ഷണം നടത്തുമ്പോൾ ഈ സാമുദായിക ഇക്വേഷൻസും പ്രേംകുമാറിൻ്റെ നീക്കങ്ങൾ അതൊക്കെ ഒരു സാധ്യതയായി കോൺഗ്രസ് കാണുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ?